അടിമാലിയിലെ മറിയക്കുട്ടി ഗതികേടിന്റെ ഒരു പിച്ചപാത്രം എടുത്ത സമരത്തണ്ടലിൽ ഇറങ്ങുന്നതിന് മുന്നേ സർക്കാരിനും ജനത്തിനും അറിയാം അത്തപ്പാടി മനുഷ്യർക്ക് ആകെ ആശ്രയമായ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായെന്നും ആയിരങ്ങൾ അനുഭവിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലെ നരകയാതനയാണെന്നും ആ യാതനകൾക്കൊടുവിൽ കോഴിക്കോട്ടിലെ മനുഷ്യനൊരു ഭിന്നശേഷിക്കാരൻ കഴുക്കോലിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട മരവിപ്പിലാണ് കേരളം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരുതരം യാന്ത്രിക ഭാഷയിൽ ആഴ്ചയിൽ ഒന്നുവെച്ച് വാർത്താമുറിയിൽ ഞങ്ങൾ പറയുമ്പോഴും ആഴ്ചകൾക്ക് മുൻപ് 77-കാരൻ വയോധികൻ വടിയും കുത്തിപ്പിടിച്ച് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ പടികേറി കരഞ്ഞതാണ്. അധികാരികളെ, നിവൃത്തിയില്ലാത്തവനാണ്, പണിക്ക് പോകാൻ പാങ്ങില്ലാത്തവനാണ്, 47 വയസ്സുള്ളൊരു മകൾ കിടപ്പ് രോഗിയാണെന്നും മരുന്നു വാങ്ങാനടക്കം ആ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ വഴി കൊലക്കയറാണെന്നും കരഞ്ഞിട്ടെന്തോ കാട്ടായം കാട്ടിക്കൂട്ടിയ പ്രസിഡന്റ് ഇന്ന് പറയുകയാണ് ആത്മഹത്യക്ക് കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ ജീവിച്ചതിന്റെ ഏകാന്ത മനോവേദനയാകാം. ഗതികെട്ടൊരുത്തൻ ജീവനൊടുക്കി മരവിച്ച് കിടക്കുമ്പോൾ മര്യാദകേട് പറഞ്ഞ അയാളെ ഇനിയും ആ കസേരയിലിരുത്താൻ ഉളുപ്പുണ്ടോ CPM-എ? അങ്ങേയറ്റം ദൈന്യമായ കണ്ണുകളോട് ജോസഫിന്റെ വിലാപത്തിന് സമാനമായൊന്ന് മാസങ്ങൾക്ക് മാത്രം മുൻപ് കേരളം കേട്ടതാണ്. ഈ സർക്കാരിനെ പരാജയപ്പെടുത്തിയ സഹോദര എന്നൊരു കരച്ചിലോടെ ജീവനൊടുക്കിയ ഒരു കർഷകൻ പ്രസാദ്. അതിനു മുൻപ് രാജക്കൻ. ഒന്നും ആത്മഹത്യകളല്ല, ലക്ഷണമൊത്ത ഭരണകൂട കൊലപാതകങ്ങളാണ്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മറ്റു വഴികളില്ലെന്നും കേന്ദ്രം കഴുത്തുമുറുക്കുകയാണെന്നും പറഞ്ഞ് പിടിച്ചുപറിച്ച ഇന്ധനത്തിലെ അധിക നികുതി പണം എങ്ങോട്ടേക്ക് പോകുന്നുവെന്നാണ് ആ പൈസ കേരളത്തോട് കണക്ക് നിരത്തണം ധനമന്ത്രി. 5 പൈസയ്ക്ക് ആവതില്ലാത്ത പരമസാധുക്കളുടെ കാര്യം വരുമ്പോൾ മാത്രം ദാരിദ്ര്യം പറയുന്ന സർക്കാരിന്റെ ധൂർത്തുകൾക്ക്, കേരളീയത്തിന് ഇപ്പോഴും എന്തിനെന്നറിയാത്തൊരു നവകേരള ധൂർത്തയാത്രയ്ക്ക് പൊടിച്ച കോടികളൊക്കെ പിന്നെ മരമുലുത്തി ഉണ്ടാക്കിയതാണോ? നട്ടല്ലൊടിഞ്ഞ് മനുഷ്യൻ പെടാപ്പാടുപെടുന്ന ഒരു കാലത്ത് ഒരു ക്രിസ്മസ് വിരുന്നങ്ങ് ഒഴിവാക്കിയാൽ, ഒരു ഫിലിം ഫെസ്റ്റിവൽ അങ്ങ് റദ്ദാക്കിയാൽ ഒരു ആകാശവും ഇടിഞ്ഞു വീഴില്ല. അപ്പൊ പ്രയോറിറ്റിയാണ് പ്രധാനമെന്നും മറിയക്കുട്ടിക്കെതിരെ ചട്ടിമറിയെന്ന് അധിക്ഷേപിച്ച് വേട്ടയിൽ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. ദൈ വരുന്ന 26-ന് രാജ്ഭവനിലെ അധികാരിക്ക് കൊടുക്കാൻ സർക്കാരിന്റെ പക്കലുണ്ട് 20 ലക്ഷം. മനുഷ്യർ കൊലക്കയറെടുക്കുന്ന നാട്ടിൽ പൗരപ്രമുഖർക്ക് വിരുന്നൂട്ടാനാണത്ര ലക്ഷങ്ങൾ. അവിടെ ആ കുടുംബനാഥൻ കൊലക്കയറെടുത്ത വീട്ടിൽ പോയി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ കെ സുരേന്ദ്രനും BJPക്കും ഇല്ല അരക്കഴഞ്ച് പോലും അവകാശം. ആ ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം തുച്ഛമാണെങ്കിലും അതുപോലും മര്യാദയ്ക്ക് കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുമുണ്ട് സറ പ്രാണന്റെ ചോര. ഏതെങ്കിലും മുതലാളി ചെയ്യാത്ത പണിക്ക് മാസാമാസം മാസപ്പടി കൊടുക്കാനില്ലാത്ത, മരുന്ന് വാങ്ങാൻ 10 രൂപ ഇല്ലാത്ത മനുഷ്യർ കഴുക്കോലുകളിൽ കൊലക്കയർ നിരത്തുമ്പോൾ പെരുമ്പറ കൊട്ടി എഴുന്നള്ളട്ടെ വീണ്ടും ആഘോഷങ്ങൾ, വിരുന്നുകൾ, ഗീർവാണങ്ങളുടെ നവകേരളം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അംഗം ശ്രീ ജിതീഷ് മുതുകാട്, ശ്രീ KP നൌഷാദിലെ ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് BN ഭാസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിലേക്ക് വരും മുൻപ് ഞാൻ ജോസഫ് എന്ന് പറയുന്ന പാപ്പച്ചൻ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുകൊടുത്ത, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത ആ കത്ത്, മാസങ്ങൾക്ക് മുമ്പുള്ള കത്ത് ഞാനൊന്ന് വായിക്കാം. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി മുൻപാകെ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ 108-ാം നമ്പർ വീട്ടിൽ താമസിക്കുന്ന പാപ്പച്ചൻ എന്നറിയപ്പെടുന്ന വളയത്ത് ജോസഫ് സമർപ്പിക്കുന്ന പരാതി. സർ, ഞാൻ 77 വയസ്സുള്ള വികലാംഗനാണ്. വീട്ടിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ ജിൻസി 47 വയസ്സായ, അവൾ കിടപ്പ് രോഗിയാണ്. സഹായത്തിന് ആരുമില്ലാത്ത ഞാൻ 2 വടികളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ്. ഇപ്പോഴത്തെ പെൻഷൻ ലഭിച്ചിട്ട് 5-ാമത്തെ മാസമായി. പലരോടായി കടം വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. കടം വാങ്ങി മടുത്തു. അതുകൊണ്ട് 15 ദിവസത്തിനകം എൻ്റെയും മകളുടെയും 5 മാസ പെൻഷൻ തരുന്നില്ല എങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജീവനൊടുക്കും എന്നു ആത്മഹത്യാക്കുറിപ്പിന് ശേഷമാണ് ആത്മഹത്യ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ, ഭിന്നശേഷിക്കാരിയായ മകൾ അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. അവർ കോഴിക്കോട്ടുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലാണ്. എന്നാൽ 8-ാം മാസം വരെ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 2 ആളുടെ പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ മകളുടെ രക്ഷിതാവ് എന്ന നിലയിൽ മകളുടെ പെൻഷനും. 28,600 റുപ്യ 8 മാസം കൊണ്ട് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു ശരാശരി പെൻഷൻകാരന് മാസം കിട്ടുക 1,600 റുപ്യ. ആ 4 മാസത്തെ 1,600 റുപ്യ 6,200 റുപ്യന്റെ കുറവ് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ 2023 അദ്ദേഹം എത്ര രൂപ സർക്കാരിന് പെൻഷനായി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. ജിതീഷ് മുതുകാട്, ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഇത് ആ ജോസഫ് മരിച്ച ദിവസം ഈ മഹാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, കിടപ്പ് രോഗിയായി കിടക്കുന്ന മകളുടെ പണം പോലും അനർഹമായി പറ്റുന്ന എന്തോ ഒരു കുറ്റം ചെയ്തു എന്ന ദുരുദ്ദേശത്തിൽ, എന്ന ബാട്ടേഴ്സിലാണ് ഇന്നലെ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പരാമർശം. ഇന്ന് മറ്റൊരു ചാനലിൽ
അത് പെൻഷൻ കിട്ടാത്ത ആത്മഹത്യൊന്നുമല്ല, ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മനോവേഗത, ഏകാന്ത ഡിപ്രഷൻ ഒക്കെ നമ്മൾ പറയുമല്ലോ, അതാകാം കാരണമെന്ന് പറയുകയാണ്. ശ്രീ ജിതീഷ് മുതുകാട്, അടുത്ത പഞ്ചായത്ത് യോഗം ചേരുമ്പോൾ ഈ പ്രസിഡന്റിനെതിരെ ഒരു കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധങ്ങൾ നിങ്ങൾ നടത്തുമോ ജിതീഷ്? തീർച്ചയായും നടത്തും. ഞങ്ങൾ നാളെ രാവിലെ 11 മണിക്ക് ചെക്കിട്ടപാറ പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ മാർച്ച് നടക്കുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം, വളയത്ത് പാപ്പച്ചൻ എന്ന് പറയുന്ന ജോസഫ് ആഗസ്റ്റ് മാസം ആണ് അദ്ദേഹത്തിന് അവസാനമായി പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. നവംബർ മാസം 9-ാം തീയതി ചെക്കിട്ടപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്ക്, കോഴിക്കോട് ജില്ലാ കലക്ടർക്ക്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്, പെരുവണ്ണാമൂഴി പോലീസ് SHOയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പരാതി നേരത്തെ അങ്ങ് വായിച്ചല്ലോ, കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, പെൻഷൻ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന കുടുംബമാണ് എൻ്റേത്. അപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി പറയുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല ജിതീഷ്, ഇവിടെ അതിനുശേഷം 2.5 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പഞ്ചായത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പഞ്ചായത്തല്ല സർക്കാരാണ് കൊടുക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എങ്കിലും ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ ഈ പറയുന്ന ഞങ്ങൾ റോഡ് വെട്ടിക്കൊടുത്തതല്ലേ, ഞങ്ങൾ ഇത് എന്താണ്, ഞങ്ങൾ ഇയാൾ അതിദരിദ്രനല്ലേ, ഇയാളെ ഞങ്ങൾ എത്രയോ ദിവസത്തെ തൊഴിലുറപ്പിൽ ചേർത്തതല്ലേ, ആ പൈസ കൊടുത്തതല്ലേ, ആ പൈസയുടെ കണക്കെടുത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇൻസെൻസിറ്റീവായി ന്യായീകരിക്കുകയാണ് നിങ്ങളുടെ പ്രസിഡന്റ്. ജിതീഷ്, ഒരു അംഗമെന്നുള്ള നിലയ്ക്ക് താങ്കൾ കൂടി നാണക്കേടാണ്. എന്താണ് ഒരാഴ്ച കഴിഞ്ഞ് പറ, മരിച്ച ആ ദിവസങ്ങളിൽ പറയണോ രാഷ്ട്രീയ ന്യായീകരണം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ നിങ്ങളുടെ അവതരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മറിയക്കുട്ടി ചേച്ചിയുടെ വിഷയം, അവർ പിച്ചച്ചട്ടിയുമായി പുറത്തിറങ്ങിയ സമയത്ത് അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന്, അവർക്ക് 3 വീടുണ്ടെന്ന്, അവരുടെ മക്കൾ വിദേശത്തുണ്ടെന്ന്, എന്തൊക്കെ വാദമുഖങ്ങളായിരുന്നു അന്ന് CPM നിരത്തിയിട്ടുള്ളത്. ദേശാഭിമാനി പത്രത്തിൽ വരെ ആ വാർത്ത വരികയും അവസാനം ആ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് ദേശാഭിമാനി വന്നത് നമ്മളെല്ലാവരും കണ്ടതാ. സമാനമായ രീതിയിലാണ് മരിച്ചു കിടക്കുന്ന ജോസഫിനെ വീണ്ടും കൊല്ലുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഒരു പടി ഉയർന്ന് ഞാൻ പറയട്ടെ, ഇന്ന് കോഴിക്കോട് കലക്ടറേറ്റിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശവശരീരം കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലക്സ് ബോർഡ് തൂക്കിയിരുന്നു. ആ ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരുന്നത് മറ്റൊന്നുമല്ല, ഇദ്ദേഹം മരിച്ചതല്ല, കൊന്നതാണ്. ഇദ്ദേഹത്തിനെ കൊന്നത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് എന്ന് എഴുതിയിട്ടുള്ള ഫ്ലക്സ് അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്തതിന് ശേഷം മുതുകാട് അങ്ങാടിയിൽ ഒരു ഭാഗത്ത് കെട്ടിത്തൂക്കിയിരുന്നു. ഈ ഫ്ലക്സ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി വന്നിട്ട് എടുത്തു മാറ്റിയിട്ട് അല്ലെങ്കിൽ കീറിക്കളഞ്ഞിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. അപ്പൊ ഏത് രീതിയിലാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ ദിവസം പറഞ്ഞത് ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ഏതാണ് ചേർത്ത് നിർത്തിയതിന്റെ അവകാശവാദം? 99 പണി കൊടുത്തു എന്ന് വരെ പറയുന്നു തൊഴിലുറപ്പിൽ. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമാണ് 99 പണി. അതായത് 2023 ഏപ്രിൽ 1 മുതൽ 2024 ജനുവരി 23 വരെ 99 പണി കൊടുത്താൽ 333 × 99 32,967 രൂപയുടെ പണി അദ്ദേഹം തൊഴിലുറപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പണം കൊണ്ട് ഒരു വർഷം ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഈ ആത്മഹത്യാക്കുറിപ്പ്, അവിടെ അദ്ദേഹത്തിന്റെ മരുന്ന് പാക്കറ്റിന് മുകളിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നുവെന്നും അത് പുറം ലോകം കാണിക്കാതെ പോലീസ് മുഖ്യെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ വസ്തുതയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ പലരും ഈ കുറിപ്പ് കണ്ടവരാണ്. ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ഒരു മരുന്നിന്റെ പാക്കറ്റിന്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെയാണ്: പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അവിടുത്തെ പരിസരവാസികൾ കണ്ടിട്ടുണ്ട്, മാധ്യമ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്, അവിടെ ആ സമയത്തുണ്ടായിരുന്ന പലരും കണ്ടിട്ടുണ്ട്.
ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ ബി എൻ ഭാസ്കർ, ഇതാണ് അവസ്ഥ. ഇപ്പൊ സർക്കാരിന്റെ പക്കൽ സർക്കാരിൻ്റെതായ ആഘോഷങ്ങൾക്ക്, സർക്കാരിൻ്റെതായ ധൂർത്തുനിന്ന് പ്രതിപക്ഷം വിളിക്കുന്ന സംഗതികൾക്ക്, നവകേരള യാത്രയ്ക്ക്, കേരളീയത്തിന്, എന്താണ് അർജന്റീന ദേശീയ ടീമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, ക്യൂബയുമായി ചെസ് കളിക്കാൻ 19 ലക്ഷം രൂപ സർക്കാരിന്റെ പക്കലുണ്ട്. ഈ പറഞ്ഞ കേന്ദ്രാവഗണന സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ അവിടെ ക്രിസ്മസ് വിരുന്നിന് പണമുണ്ട്. അവിടെ ഇന്നിപ്പോൾ ഗവർണർക്ക് ജനുവരി 26 പൗരപ്രമുഖരെ വിളിച്ച് ആദരിക്കാൻ, വിരുന്നൂട്ടാൻ 20 ലക്ഷം രൂപ കൊടുക്കാൻ സർക്കാരിൻ്റെ പണമുണ്ട്. കേന്ദ്രാവഗണന സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയിൽ വരുന്നില്ല കേട്ടോ. കേന്ദ്രാവഗണന വരുന്നത് ഈ പറയുന്ന പാവങ്ങൾക്ക്, അത്തപ്പാടി മനുഷ്യർക്ക്, ഈ പറയുന്ന 1600 രൂപ മാസം ജീവിക്കേണ്ട ഗതികേടിൽ കഴിയുന്ന മനുഷ്യർക്ക് പണം കൊടുക്കുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ ഈ പറയുന്ന ഗതികേട്. ഇനിയും എത്ര ആത്മഹത്യകൾ കേരളം കാണണം അസ്കർ? ഞാൻ ചോദിക്കാൻ കാരണം, 1 മണിക്ക് ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ അതിൻ്റെ താഴെ കമന്റ് ബോക്സിലേക്ക് നോക്കുമ്പോൾ 10-20 മെസ്സേജുകളാണ് ഇതുപോലെ. ഉച്ചക്കഞ്ഞിക്കാർക്ക് പണം കിട്ടുന്നില്ല, ആശാവർക്കർമാർക്കുള്ള പണം കിട്ടുന്നില്ല. ഇതെന്നാണ് സർക്കാർ മനസ്സിലാക്കുക ഹസ്കർ? ഇതൊരു പരിഹാരം ഉണ്ടാവണമെന്ന്. എത്ര ആത്മഹത്യകൾ ഇനിയും കാണണം കേരളം? ഹഷ്മി, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ 18 മാസം കുടിശ്ശികയുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്താണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത്. ആ 18 മാസം കുടിശ്ശിക എന്ന് പറയുന്നത് ഇന്ന് 5 മാസത്തെ കുടിശ്ശികയായിട്ട് നമുക്കങ്ങനെ തിട്ടപ്പെടുത്തിയെടുക്കാം. ഒരു മാസം 900 കോടി രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? സാമൂഹ്യക്ഷേമ പെൻഷൻ 900 കോടി രൂപ മാറ്റിവെക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അങ്ങനെ 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നിടത്ത് 5 മാസം UDFന്റെ ഭരണകാലത്ത് 600 രൂപയും 32 ലക്ഷം പേർക്ക് മാത്രം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നിടത്ത് ഇന്ന് 64 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഈ ഗവൺമെന്റ്. അത് 1600 രൂപയായി വർദ്ധിപ്പിച്ചു. അങ്ങനെ കൊടുത്തു വന്ന പണത്തിൽ ഇപ്പോൾ കൊടുക്കാനുള്ളത് ഒരു 4-5 മാസത്തെ കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക വന്നു എന്നുള്ളത് വലിയൊരു അക്ഷന്തവ്യമായ അപരാധമായി കണ്ട് ഗവൺമെന്റിനെ ഇങ്ങനെ ചിത്രവധം ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ട് UDF ഗവൺമെന്റ് കാലത്ത് 18 മാസം കുടിശ്ശികയായി എത്ര കാലം നിങ്ങൾ 18 മാസത്തെ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും? അന്ന് മനുഷ്യർ ആത്മഹത്യ ചെയ്തില്ലേ എന്ന് ഈ പറയുന്ന ഇക്വേറ്റ് ചെയ്യൽ എത്ര കാലം നടക്കും? ഇവിടെ മനുഷ്യർ മരിക്കുകയാണ്, ഇവിടെ മനുഷ്യർ നരകിക്കുകയാണ്. ഇനിയും ഈ കണക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും മനുഷ്യർ ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അസ്കർ ആലോചിച്ച് നോക്കൂ, 1600 രൂപ മാസം കിട്ടുന്ന, അതിനുവേണ്ടി അത് മാത്രം വരുമാനമായി, അതിനുവേണ്ടി മാത്രം മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന മനുഷ്യർ, മനുഷ്യാന്തസ്സിന്റെ ഏതളവിലാണ് ആ പണം കാത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. അവരുടെ പണം കിട്ടാതാകുമ്പോൾ നിങ്ങൾ പോയ കാലത്തെ 18 മാസം പറയല്ലേ? ഇനിയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കല്ലേ വേണ്ടത്? അങ്ങനെയല്ല, നമ്മൾ തിരിഞ്ഞു നോക്കാതെ നമുക്ക് ഒരു കാര്യത്തിലും വർത്തമാനകാലത്ത് നിൽക്കാനാവില്ലെന്നേ. തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കി അന്നു ചെയ്തതിന് ഈ അപരാധങ്ങൾ പറയുന്നവരോട് തിരിഞ്ഞു നോക്കി, നിങ്ങളുടെ കാലത്ത് 18 മാസം കുടിശ്ശികയായിരുന്നില്ലേ? 32 ലക്ഷം പേർക്ക് മാത്രമായിരുന്നല്ലോ നിങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. അതും 600 രൂപ മാത്രമായിരുന്നില്ലേ? 1600 രൂപയായി വർദ്ധിപ്പിക്കുകയും 64 ലക്ഷം ജനങ്ങളിലേക്ക് അതെത്തുകയും മാത്രമല്ലെന്നേ സൗജന്യ റേഷൻ കൊടുക്കുന്നത് എത്രയാ? ആ സൗജന്യ റേഷൻ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ അതിദരിദ്രരെന്ന് പറയുന്നത് കണ്ടെത്തിയ 64,000 മാത്രമാണ്. 600 രൂപ എന്നുള്ളത് 1600 രൂപയാക്കിയ നല്ല കാര്യം. പ്രത്യേക പാക്കേജാണ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. 600 രൂപ 1600 രൂപയാക്കിയ നല്ല കാര്യം. പക്ഷെ അത് ഒരു സർക്കാരിന്റെ ഔദാര്യമല്ല, ഒരു ഇടത് സർക്കാരിന്റെ ഔദാര്യം പ്രത്യേകിച്ചുമല്ല. കാരണം അതിലെ പൗരന്റെ വെൽബീയിങ് നോക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഹസ്കർ. 1600 നല്ല കാര്യം. അത് മുടക്കാനുള്ള ന്യായമാണോ? ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഗവർണർക്ക് കൊടുക്കാൻ 20 ലക്ഷം രൂപ സർക്കാരിന്റെ പക്കലില്ലേ? അർജന്റീന ദേശീയ ടീമിനെ കൊണ്ടുവരാൻ ഇവിടെ സൗഹൃദ മത്സരം കളിപ്പിക്കാൻ സർക്കാരിന്റെ പണമില്ലേ? നവകേരള സദസ് യാത്രയ്ക്ക് അവിടെ വണ്ടികളുടെ ബാൻഡ് വാഗണുമായി പോകാൻ സർക്കാരിന്റെ പണമില്ലേ? അപ്പൊ പ്രയോറിറ്റി പ്രധാനമാണ് ഹസ്കർ. ആ പ്രയോറിറ്റി ഇടത് സർക്കാരിന് മാറുന്നു. അതാണ് പ്രശ്നം. അങ്ങനെയല്ല ലക്ഷ്മി, നവകേരള സദസ്സിൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. 140 മണ്ഡലങ്ങളിലും അതാത് മണ്ഡലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പണം ഉപയോഗിച്ചാണ് നവകേരള സദസ് നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുമുള്ള ദൂർത്തില്ല. നിങ്ങൾ ദൂർത്തെന്ന് പറയുന്നത് ആ വാഹനത്തെ സംബന്ധിച്ചാണെങ്കിൽ, ആ ബസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ, ആ ബസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു KSRTCയുടെ പക്കലുള്ള ഒരു ബസ്സിന്റെ മാത്രം സൗകര്യങ്ങളുള്ള ഒരു ബസ്സായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടതല്ലേ. ഇനിയും അത് ചർവിതചർവണമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ട് എന്തു പരിഹാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരാത്മഹത്യയും ഒരു തരത്തിലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കില്ല.
ഒരുപക്ഷെ ചക്കിട്ടിപ്പാറയിൽ സംഭവിച്ചത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്, ഞെട്ടലുണ്ട്. പക്ഷെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു നറേറ്റീവാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമായിരിക്കില്ല അതിന്റെ ഘടകങ്ങൾ. പരിശോധിച്ചേ മതിയാകും. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അയാൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്, അത് കാരണം അതിന്റെ ഏകാന്തര ഡിപ്രഷൻ ആണെന്നും പറഞ്ഞു കളയല്ലേ. ഇവിടെ മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി എഴുതി കൊടുക്കുകയാണ്, എനിക്ക് വേറെ നിവർത്തിയില്ല, ജീവിക്കാൻ വേറെ നിവർത്തി, ഇതുകൊണ്ട് മാത്രം ഞങ്ങൾ ജീവിക്കുകയാണ്, ഇത് ഈ പണം തരുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് വളരെ കൃത്യമായി താഴെത്തട്ട് മുതൽ മന്ത്രിമാർക്ക് വരെ കാര്യങ്ങൾ കൃത്യമായി എഴുതി കൊടുത്തിട്ടും പിന്നെയും ആത്മഹത്യയുടെ മറ്റു കാരണം തേടുകയാണോ? ഇതാ പ്രശ്നം അസ്കർ. അങ്ങനെയല്ല, ഒരു തരത്തിൽ ഹഷ്മി അങ്ങനെ തന്നെ കാണരുത്. കാരണം സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ ലഭിക്കുന്ന 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്ന എത്ര ലക്ഷം പേരുണ്ട് പരിശോധിക്കണ്ടേ? അങ്ങനെ സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ടൊരു ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ ആ ഗവൺമെന്റ് നമുക്ക് കുറ്റപ്പെടുത്താനാവുമോ? ഗവൺമെന്റിന്റെ മാത്രം പിശകുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം, ആ ശ്രമത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ ആത്മഹത്യ ഉണ്ടാവുന്നതിന് പലതരം കാരണങ്ങളുണ്ട്. ശരി അസ്കർ, നമുക്ക് ഇപ്പോൾ ആ കാരണങ്ങളിലേക്ക് പോകണ്ട. ഇതിന് കാരണം ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഏകാന്തത കാരണമല്ലാതെ മറ്റൊരു കാരണം തെളിവായിട്ടില്ല. അത് വെളിവാകുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ശ്രീ PR ശിവശങ്കർ ഇന്ന് കെ സുരേന്ദ്രൻ അവിടെ പറയുകയാണ് കേന്ദ്രം കൊടുക്കുന്ന പണം സംസ്ഥാനം വിതരണം ചെയ്യുന്നില്ല. ഏത് പണത്തിന്റെ കാര്യമാണ് ശ്രീ PR ശിവശങ്കർ? സംസ്ഥാനം ക്ഷേമ പെൻഷൻ മുടങ്ങിയ മാസങ്ങൾക്ക് മുൻപ് കൊടുത്തിരുന്നത് 50 ലക്ഷം മനുഷ്യർക്കാണെങ്കിൽ അതിൽ കേന്ദ്ര വിഹിതം കിട്ടുന്ന 6 ലക്ഷത്തോളം മനുഷ്യർക്ക് മാത്രമാണ്. ഇനി അതിലെ വിഹിതം എത്രയാണ്? വയോജന പെൻഷൻ കേരളം കൊടുക്കുന്ന 1600 രൂപ, കേന്ദ്ര വിഹിതം 80 വയസ്സിന് താഴെ 200 രൂപ, 80 മുകളിൽ 500. വിധവാ ഭിന്നശേഷിയാണെങ്കിൽ കേരളം കൊടുക്കുന്നു 1600, കേന്ദ്ര വിഹിതം 300. തുച്ഛമായ വിഹിതം പോലും കേന്ദ്രം 7 മാസമായി മുടക്കിയിട്ടിരിക്കുകയാണ്. രാഷ്ട്രീയം പറയാൻ അവകാശമുണ്ടോ സുരേന്ദ്രന്? ശ്രീ PR ശിവശങ്കർ. നമ്മളിത് നിരന്തരം ചർച്ച ചെയ്ത കാര്യമാണ്. ഈ പെൻഷൻ കൊടുത്തതിന് ശേഷം കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്കീമുകളിലും ഇത്തരത്തിലുള്ള ഈ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം പണം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ചില മാസങ്ങൾ ലേറ്റായിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ കണക്കിൽ മാത്രമല്ല, ഇപ്പോൾ റേഷൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, റേഷൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ അറിയാം. FCIയുടെ സൈറ്റിൽ കഴിഞ്ഞ തവണത്തെ അന്ത്യോദയ സ്കീമിലുള്ള അടക്കം എല്ലാ അരിയും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്, പണവും കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളതിൽ ഈ പെൻഷൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള പണം കിട്ടിയിട്ടുണ്ട്. 1. 2, ഇവിടെ പറയുന്നത് പോലെ കേരളത്തിലെ മാത്രം 1600 രൂപ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണമൊന്നുമല്ല. അസ്കറൊക്കെ അതൊന്ന് പഠിക്കണം ദയവായിട്ട്. ആന്ധ്രാപ്രദേശിലെ 3000 രൂപയാണ് ഓൾഡ് ഏജ് പെൻഷൻ, വിഡോ പെൻഷൻ 2500 ആണ്, ഡിസേബിലിറ്റി അത്തരത്തിലുള്ള പെൻഷനും 3000 രൂപയാണ്. ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഒക്കെ 2000, 2250, 3000 രൂപയൊക്കെയാണ്. അപ്പോൾ ധാരാളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെയും സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത് ഒരേ തുകയാണ്. അത് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള വരുമാനത്തിലൂടെയാണ് ഈ തുക കൊടുക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ ഒരു ഔദാര്യം മാത്രമല്ല, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണവും സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിട്ടുള്ള 3000 രൂപയാണെങ്കിൽ 2800 അടക്കം മാറ്റിവെച്ച സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ആവശ്യമെങ്കിൽ ഈ പണം മാറ്റിവെക്കാം, മറ്റുള്ള ചെലവുകളിൽ നിന്നും കൊടുത്തതിന് ശേഷം. താങ്കൾ നേരത്തെ കേന്ദ്രത്തിന്റെ അങ്ങ് പറഞ്ഞു പോയി. അങ്ങനെയല്ല, ഒരു കുടിശ്ശികയുമല്ല. ഏപ്രിൽ മുതൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി കേന്ദ്രത്തിന് ഈ കൊടുക്കുന്ന 6 ലക്ഷം പേർ കൊടുക്കുന്ന ഈ 200-500 തുച്ഛമായ പണമില്ലേ, അതുവരെ കേന്ദ്രം മുടക്കിയിരിക്കുകയാണ്. PR ശിവശങ്കർ, ഒരു കുടിശ്ശികയുടെ കണക്ക് കൊടുക്കാഞ്ഞിട്ടല്ല. അതെ, കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. കൃത്യമായ കണക്കും ആധാർ കാർഡും പെൻഷന്റെ ഒരു കണക്കും കൊടുക്കാഞ്ഞിട്ടല്ല. ഒരു കണക്കും കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്റെ കയ്യിൽ കൃത്യമായി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കേന്ദ്രം കൊടുക്കുന്നതിന് പണം സംസ്ഥാനം ക്രെഡിറ്റ് എടുക്കുന്നു എന്ന് അവകാശപ്പെട്ട് ഞങ്ങൾ സ്വന്തമായി കൊടുത്തോളാം എന്നങ്ങ് തീരുമാനിച്ചു. വേറൊരു ഒരു സംവിധാനം ഉണ്ടാക്കി. സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് ആ സംവിധാനം അങ്ങ് ഇല്ലാതായി. അങ്ങനെ മുടങ്ങിക്കിടക്കലാണ് ശ്രീ PR ശിവശങ്കർ. എന്നിട്ട് നിങ്ങൾ കെ സുരേന്ദ്രൻ അവിടെ പോയി പറയുകയാണ് സംസ്ഥാനം മാത്രമാണ് കുറ്റം. ഇനി അത് പോട്ടെ, പറഞ്ഞു പൂർത്തിയാക്കൂ. അങ്ങനെ പോകണം. അശ്മി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സംസ്ഥാന സർക്കാരിനെ ഇത്തരത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഇത്ര എതിർപ്പുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കർഷകരുടെ പെൻഷൻ അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ.
ഒരു സംശയമില്ലല്ലോ, 1 രൂപ വ്യത്യാസമില്ലല്ലോ, എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പലരും കള്ളക്കണക്കുകൾ വെച്ചും ആധാറിൻ്റെ തട്ടിപ്പുകൾ വെച്ചും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ല. 2, ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമ്പൂർണ്ണ സുരക്ഷിത ഇൻഷുറൻസ് ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അത് സംസ്ഥാന സർക്കാരിൻ്റെ സൈറ്റിലുമുണ്ട്. അതിൽ പറയുന്നത് പ്രധാനമന്ത്രി ഭീമ സുരക്ഷാ യോജനയിലൂടെ പൂർണ്ണമായി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പോൾ ചക്കിട്ടപ്പാറ പദ്ധതിയിലേക്കോ കേരളത്തിലേക്കോ സംസ്ഥാന സർക്കാരിനെതിരെയോ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ചിറ്റമ്മ നയമില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നയമില്ല. ഇവിടത്തേക്ക് പെൻഷൻ തുക കൊടുക്കാനോ ഇൻഷുറൻസിന്റെ പോളിസി കൊടുക്കാനായിട്ടോ യാതൊരു പ്രശ്നവുമില്ല എന്ന് കാണിക്കുന്നത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന് തന്നെ പൂർണ്ണമായ സുരക്ഷാ ഇൻഷുറൻസ് നൽകിയെന്ന് സംസ്ഥാന സർക്കാരിന്റെ സൈറ്റിൽ സുരക്ഷാ ബീമ പ്രധാനമന്ത്രി എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സംസ്ഥാനം പറയുന്നതൊക്കെ കള്ളമാണ്. എല്ലാം ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ കണക്കുകൾ നക്ഷത്രം പോലെ കണക്കാണ്. ഏപ്രിൽ മുതൽ ഇന്ന് ആത്മഹത്യ ചെയ്ത ഈ മനുഷ്യന് കിട്ടേണ്ട പണമടക്കം കേന്ദ്രം മുടക്കിയിരിക്കുകയാണ്. ഇന്ന് ആത്മഹത്യ ചെയ്ത മനുഷ്യന് കിട്ടേണ്ട പണമടക്കം കേന്ദ്രം മുടക്കിയിട്ടാണ് കെ സുരേന്ദ്രൻ അവിടേക്ക് പോയി പറയുന്നത് സംസ്ഥാനമാണ് കുറ്റം എന്ന് പറയുന്നത്. അല്ലേ? രണ്ടും കണക്കാണെന്നേ പി ആർ ശിവശങ്കർ, രണ്ടും കണക്കാണ്. അല്ല, അത് ഞാൻ അല്ല ഹഷ്മി, ഞങ്ങൾ പറയുന്നത് കൃത്യമായി അങ്ങനെയൊക്കെ ഈ സംസ്ഥാന സർക്കാരിനോടോ മലയാളികളോടോ എതിർപ്പുണ്ടെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഈ സുരക്ഷാ ഭീമാ സുരക്ഷാ യോജന, പെൻഷൻസ് യോജന, അതുപോലെ തന്നെ കർഷകർക്കുള്ള പെൻഷൻ ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാരിലൂടെ കൊടുക്കുന്ന പദ്ധതി മാത്രം മുടക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് എന്താണ് ഇത്ര പ്രത്യേക ആഗ്രഹമുള്ളത്? അതും നിങ്ങൾ തന്നെ പറയുന്നു 200-300 രൂപ വേണമെന്ന്. ശരിയാണ്, മറ്റു സംസ്ഥാനങ്ങൾക്ക് അല്ലാതെ കൊടുക്കുന്നത്. എന്നാൽ ആ കുറച്ചിട്ട് ബാക്കിയുള്ള പൈസ കൊടുക്കുന്നില്ലേ? ഇതാ കേന്ദ്രത്തിന്റെ 200 രൂപ ഞങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല, ഇതാ ഞങ്ങൾ 1300 രൂപ അത് കൊടുക്കാമല്ലോ. അതിനാണല്ലോ 1 രൂപ സെസ് അടക്കം ഇവിടുത്തെ പെട്രോൾ അടക്കമുള്ള എല്ലാ സെസ്സിലും കൂടുതൽ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് കുറയുന്നു? അല്ല, 1 രൂപ വെച്ച് പെട്രോളിന്റെ പണം മേടിക്കുന്നുണ്ടല്ലോ. എത്ര കോടി രൂപ കിട്ടുന്നുണ്ട്? എത്ര കോടി കിട്ടുന്നുണ്ട്? ഇതല്ലാതെ തന്നെ മറ്റുള്ള എത്രയോ തരം 13,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടല്ലോ. അതെന്താ പിരിച്ചെടുക്കാത്തത്? അപ്പൊ സംസ്ഥാന സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, SC/ST വിഭാഗത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞ 24 മാസമായിട്ട് കൊടുത്തിട്ടില്ല. അരിവാൾ രോഗികൾക്കുള്ള പെൻഷൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് കൊടുത്തത്. അത് തന്നെ അറിയാം, നമുക്ക് മരുന്ന് മേടിക്കാൻ കഴിയില്ലാണ്ട് ഒരു കുട്ടി മരിച്ചു, ആദിവാസി കുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പൊ പെൻഷൻ കിട്ടുന്ന പലർക്കും ഇത് കിട്ടുന്നില്ലെന്നേ. ദൂർത്ത് മാത്രമല്ല, പണം പിരിച്ചെടുക്കുന്നില്ല. 13,000 കോടി ഇവിടുത്തെ കോടീശ്വരന്മാരുടെ പണം പിരിച്ചെടുക്കുന്നില്ല. മറ്റൊരു കഥയും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ KMRLന്റെ ഈ പണം പിരിച്ചെടുത്തപ്പോൾ KSIDCക്ക് 13% കിട്ടണം, ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാരിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഷെയർ ഹോൾഡിംഗ് ഉള്ള കോടീശ്വരന്മാരുടെ കണക്കിൽ നിന്ന് പോലും സംസ്ഥാന സർക്കാർ പണം മേടിക്കുന്നില്ല, അതിനുള്ള അന്വേഷണം നടത്തുന്നില്ല. ഇതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ദൂർത്ത് മാത്രമല്ല, ഇതിന്റെ നികുതി പണം പിരിച്ചെടുക്കാൻ തയ്യാറാവുന്നില്ല. ഒരു നീതി ലഭിക്കില്ല. ഒരൊറ്റ കാര്യം കൂടി ഹഷ്മി, ഇതെല്ലാം നടക്കുമ്പോഴും എനിക്ക് വിഷമമുണ്ട്. ഇതൊരു രാഷ്ട്രീയമായി കാണുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ നടത്തില്ലെങ്കിൽ അതിനെതിരെ തീർച്ചയായിട്ടും നമുക്ക് സമരം ചെയ്യാം, ഒരു സംശയവുമില്ല, തെറ്റാണെന്ന് അംഗീകരിക്കണം. പക്ഷേ ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിനോടും അതല്ലെങ്കിൽ ഈ സർക്കാരിനോടുമുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ ഇനി ഒരു പ്രതീക്ഷയില്ല കിട്ടുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. കിട്ടാത്ത കടം പറഞ്ഞു അദ്ദേഹം മടുത്തു. അതിനുശേഷം ഇനി അടുത്തങ്ങ് കിട്ടാൻ പ്രതീക്ഷയില്ല എന്നാകുന്നു. അവിടെ നമുക്ക് ഈ രാഷ്ട്രീയക്കാർ, ഞാനടക്കമുള്ള രാഷ്ട്രീയക്കാർക്കും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്കും ഈ തരം ചർച്ചകൾ രാത്രി ചെയ്യുന്നു എന്നല്ലാതെ ഇത്തരം ആളുകൾക്കൊരു പ്രതീക്ഷ നൽകുവാൻ പോലും മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ സാമൂഹ്യ സേവനത്തിനോ പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല. ഈ ചർച്ചകൾ 1-2 ദിവസത്തിനകം നിന്നുപോകും. മരിക്കുന്നവർ, കർഷകർ മരിക്കുന്നു, ഇപ്പൊ APP അത് അവിടെ വേറെ മരണം ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് ആർക്കും ഇവരോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഇവരൊക്കെ സംസാരിക്കുവാനായിട്ട് ഒരു പ്രതീക്ഷ പോലും ഈ ഭരണകൂടത്തിനോ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ എതിർ പക്ഷികൾക്കോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിഷമമായിട്ട് താങ്കൾ പറയുന്നുണ്ട്. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് 300-500 കിട്ടുന്നതിൽ എന്തുകൊണ്ട് സംസ്ഥാനത്തിന് 1300 കൊടുത്തുകൂടാ? കൊടുക്കണം എന്നുള്ള ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ അപ്പോൾ രാഷ്ട്രീയമായി വിരൽ ചൂണ്ടാൻ അവകാശമുണ്ടോ എന്നായിരുന്നു ചോദ്യം. അത് മാത്രമല്ല, ശ്രീ KP നൗഷാദ് അലി, സംസ്ഥാന സർക്കാർ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു. സർക്കാരിന് പണമില്ലെങ്കിലും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ ആ കമ്പനിക്കായി ഉടനെ വന്നു ഏതോ CAG റിപ്പോർട്ടും പറഞ്ഞ് കേന്ദ്രത്തിന്റെ ഇടങ്കോല് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തി പെൻഷൻ കമ്പനി സ്വാഹ. ആ നീക്കത്തിന് നിങ്ങളും കൂട്ടുനിന്നതാണ് ശ്രീ KP നൗഷാദ് അലി. ഇവിടെ ഹഷ്മി, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ മാസങ്ങളോളം കിട്ടാതായിട്ട് ഇവിടുത്തെ സാധാരണക്കാർ ആത്മഹത്യയിലേക്കും പിച്ച തണ്ടാൻ തെരുവിലേക്കൊക്കെ ഇറങ്ങുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ നമ്മളൊരു പഠനത്തിന് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമതായിട്ട്
ഇവിടെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സമഗ്ര ആരോഗ്യ കേരളം എന്ന പദ്ധതിയുടെ കീഴിൽ സർക്കാർ ഖജനാവിനൊരു പോറല് പോലും ഏൽപ്പിക്കാതെ 1,42,000 ആളുകൾക്ക് 1,200 കോടി രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം കാരുണ്യ ലോട്ടറി വഴി നൽകിയിരുന്നു. അത് നിർത്തലാക്കിയ ആളാണ് പിണറായി വിജയൻ. ഇവിടെ കരൾ, ഹൃദയം, വൃക്ക, ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായമായിട്ടൊരു കാരുണ്യ ബെനവലന്റ് സ്കീം ഉണ്ടായിരുന്നു. അതിവർ നിർത്തലാക്കി. ഇവിടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 595 മരുന്നുകൾ സൗജന്യമായി നൽകിയിരുന്നു. അതിന്ന് നിലവിലില്ല. ഇവിടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നവർക്ക് കൈത്താങ്ങായിട്ട് മൃതസഞ്ജീവിനി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന്നില്ല. ഇവിടുത്തെ ഇൻഫാൻറ്റുകൾക്കും അമ്മമാർക്കും ഒക്കെ ചികിത്സാ സഹായം സൗജന്യമാക്കുന്നതിന് അമ്മയും കുഞ്ഞും എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന്നില്ല. പാവപ്പെട്ടവന്റെ കുട്ടികളെ കേൾവിയുടെ സംസാരത്തിന്റെ ലോകത്തേക്ക് പിച്ചവെപ്പിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സ സൗജന്യമായിട്ട് ഇവിടെ ചെയ്തിരുന്നു. അതിന്നില്ല. ഈ സംസ്ഥാനത്ത് BPL ഓരോ കുടുംബാംഗത്തിനും വർഷം 30,000 രൂപ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. ICCI ലോംബാർഡിനെ തെറി പറഞ്ഞുകൊണ്ട് ഇവർ ആ പദ്ധതി നൗഷാദ് ഭൂതകാലത്തിന്റെ സുവർണകാലം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവിടെ പെൻഷൻ മുടങ്ങുന്നു, ഇവിടെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. അരിക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൂടിയത് 10 രൂപയ്ക്ക് മുകളിലാണ് വില. സാധാരണക്കാരന് വരുമാനമുള്ളവൻ പോലും ജീവിക്കാൻ കിടന്ന് പെടാപ്പാട് വിടുമ്പോൾ സപ്ലൈകോയിൽ സാധനമില്ലാതിരിക്കുമ്പോൾ ഈ പെൻഷൻ മാത്രം ആശ്രയിക്കുന്നവർ പട്ടിണിയുടെ വക്കത്തേക്ക് പോവുകയാണ്. സമരവുമായി ഇറങ്ങണം സാർ പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസ് അല്ല, പ്രതിപക്ഷം ഒന്നാകെ സമരമായി ഇറങ്ങണം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്. അഷ്മി, എന്നാൽ താങ്കൾ എന്നെ പ്രതിനിധീകരിച്ച് താങ്കൾ തന്നെ ഇൻട്രോയും മറ്റു വാചകങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഞാൻ പറയുകയാണ്, ഇവിടെ ചികിത്സ തേടേണ്ട ആളുകൾക്ക് ചികിത്സിക്കാൻ മാർഗമില്ലാതെ ദൈവവിധിക്ക് അവർ സ്വയം സമർപ്പിക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെത്തി. ഇവിടെ അവശ്യ വസ്തുക്കൾക്ക് തീപിടിച്ച വിലയായിട്ട് സപ്ലൈകോവിനെ ആശ്രയിക്കുമ്പോൾ സപ്ലൈകോവിന് സപ്ലൈ ചെയ്തിരുന്ന ആളുകൾക്ക് സഹസ്ര കോടികൾ നൽകാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറുകളിൽ ഒരു വസ്തുവുമില്ല. ഇവിടെ ലൈഫ് ഭവന പദ്ധതിയുടെ 2 കൊല്ലത്തെ ചരിത്രമെടുത്താൽ 18% ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് മുഴുവൻ തുകയും കൊടുത്തത്. പാർപ്പിടത്തിന് അവസരമില്ല. ഇവിടെ ജനങ്ങൾക്ക് കിടക്കാനിടമില്ല, ഉണ്ണാൻ വഴിയില്ല, ചികിത്സക്ക് ഗതിയില്ല. എന്നാൽ ഇവിടെ ഇമൽഡ മാർക്കോസിന് വെല്ലുന്ന രീതിയിൽ പ്രതിമാസം 7.5 ലക്ഷം രൂപ രേഖാമൂലം മാസപ്പടി വാങ്ങുന്ന ഒരാൾ താമസിക്കുന്നതിൻ്റെ കൂടെ താമസിക്കുന്ന അച്ഛനും ഭർത്താവും ഒക്കെയാണ് കേരളം ഭരിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള പാവങ്ങളുടെ കാര്യം നോക്കാൻ മനസ്സില്ല, സൗകര്യമില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകളെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുന്നത്. ഇവിടെ നേരത്തെ അസ്കർ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസം പെൻഷൻ മുടങ്ങിയെന്ന്. എവിടെയാണ് മുടങ്ങിയത് എന്ന് ദയവ് ചെയ്തൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അദ്ദേഹം പറയുന്ന പണിയെടുക്കാം. ഇവിടെ അച്യുതാനന്ദൻ 2011 അധികാരം ഒഴിയുമ്പോൾ കേരളത്തിലെ പെൻഷൻ തുക 300 രൂപയാണ്. ഉമ്മൻചാണ്ടി 2016 അധികാരം ഒഴിയുമ്പോൾ കേരളത്തിലെ പെൻഷൻ തുക 800 തൊട്ട് 1500 വരെ വ്യത്യസ്ത ശ്രേണികളിലുള്ളതായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിരുന്ന പച്ച നുണ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ വീഴ്ചകൾ ഇല്ലാതാകില്ല എന്ന് സദയം മനസ്സിലാക്കണം. ഇനി ഉമ്മൻചാണ്ടി സർക്കാരിന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണല്ലോ 2016-ലും 2021-ലും നിങ്ങൾ അധികാരത്തിലേറിയത്. എന്നിട്ടും നിങ്ങളുടെ തൻപ്രമാണിത്വത്തിനും അഹന്തക്കുമൊക്കെ നിങ്ങൾ 2011 സർക്കാരിനെ, അതിനു മുമ്പ് 91 കരുണാകരൻ സർക്കാരിനെ, 82 കരുണാകരൻ സർക്കാരിനെ, 70 അച്യുതമേനോൻ സർക്കാരിനെയൊക്കെ പഴി പറയുകയാണെങ്കിൽ അതിനല്ല നിങ്ങളെ തെരഞ്ഞെടുത്ത് അധികാര സ്ഥാനത്തിരുത്തിയത് എന്ന് സദയം CPM-കാരെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് സാധാരണക്കാരന്റെ വികാരത്തോട് സംവേദനക്ഷമമായി പ്രതികരിക്കാനുള്ള അലിവും ഹൃദയ വിശാലതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ അധികാര പ്രമത്തതയുടെ ദുഷിച്ച മായാലോകത്ത് വലിയ കിങ്കരന്മാരും ചക്രവർത്തിമാരുമായി വാഴുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. അതുകൊണ്ട് നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ നാട്ടുകാർക്ക് ഗതിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ശവത്തിൽ കുത്തുന്നവരാണ്. നിങ്ങൾ ഒരാളെ ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ച് 15 ദിവസം മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് മുൻകൂർ മുന്നറിയിപ്പ് നൽകിയിട്ട് ദുരിതമേറ്റുവാങ്ങി മരിച്ചു കിടക്കുമ്പോൾ അയാളെ നോക്കി നിങ്ങൾ മരിച്ചത് ഇതുകൊണ്ടല്ല, നിങ്ങൾ മകളുടെ പെൻഷൻ വരെ വാങ്ങിയ ആളാണ്, നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വാങ്ങിയ ആളാണ്, നിങ്ങൾക്ക് ഇത്ര രൂപ ഇത്ര മാസത്തിനകത്ത് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ മരണത്തെ പോലും അപഹസിക്കുന്ന നിങ്ങളെയൊക്കെ അടിച്ചിറക്കി കേരളം ആട്ടിപ്പായിക്കുന്ന നാളുകൾ അനധി വിദൂരമല്ല എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഈ
അഹങ്കാരമൊക്കെ മലയാളി കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, അതിനെതിരെ സമരം നടത്താൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൂരത്ത് അവസാനിപ്പിക്കുക. കേരളീയത്തിന്റെ പേരിൽ 27 കോടി രൂപ എന്തിനാ ചെലവാക്കിയത്? നിങ്ങൾ നവകേരള സദസ്സിന് ഒരു ചെലവും പോലും പുറത്തുവിടാൻ ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല. ആ നവകേരള യാത്രയിൽ പരാതി കൊടുത്ത് ഒരു കാര്യമില്ലാതെ ഒരാൾ എനിക്ക് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിരുന്നു. അനിൽകുമാർ എന്തോണ് പേര്. ആ വാർത്ത ഞാൻ ഫോളോ അപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് തൊട്ടുമുമ്പ് പ്രേക്ഷകർ കണ്ട പരസ്യം ഫ്ലവേഴ്സ് ഒരുവഴിയുടെ ആ പ്രൊമോയിൽ ഉള്ള ആളുടെ പേര് ജോഷി എന്നാണ്. പ്രേക്ഷകർക്ക് പലർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ കരുവന്നൂരിൽ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വവും അതിന്റെ കങ്കാണിപ്പടയും അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ 21 ശസ്ത്രക്രിയ കഴിഞ്ഞ മനുഷ്യനാണ്, 2 ട്യൂമർ കഴിഞ്ഞ മനുഷ്യനാണ്. ആ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അനുവാദം വേണം എന്ന് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ദയാഹർജിക്കായുള്ള അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന മനുഷ്യനാണ്. എന്നാണ് ആത്മഹത്യ പറയുന്ന തീയതി? മഹാത്മാവിനെ വെടിവെച്ച് കൊന്ന ആ ദിവസം എനിക്ക് മറ്റു വഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അനുവാദം വേണം എന്നാവശ്യപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. ഞാൻ ഭംഗിന്ദിരാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ ജിതീഷ് മുതുകാട്, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ മകളുടെ പെൻഷൻ വാങ്ങിയതൊക്കെ എന്തോ മാരകാപരാധം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു പരാതി കിട്ടി, ഞങ്ങൾ പോയി കണ്ടു, അതിദരിദ്രനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കാല് വയ്യാത്ത ആളാണ്, അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നരേഗ പദ്ധതിയിൽ അല്ലെങ്കിൽ തൊഴിലുറപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി 99 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ അദ്ദേഹത്തിന് കിട്ടി, അതിൻ്റെ പണം അദ്ദേഹം സഹകരണ ബാങ്ക് വഴി കൈപ്പറ്റി. യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ പരിമിതാധികാരത്തിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് പഞ്ചായത്ത് ചെയ്തു. ജിതീഷ് അല്ലേ? പഞ്ചായത്തിനെതിരെ പ്രിയപ്പെട്ട ജോസഫ് പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പെൻഷൻ ലഭ്യമാകുന്നില്ല, അതിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടമായിട്ടൊരു കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി റോഡ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അയൽവാസികളായ 2 ആളുകളുടെ വീട്ടിലേക്ക് ഏകദേശം 10 ലക്ഷം രൂപ മുടക്കി റോഡുണ്ടാക്കി. ആ സമയത്തും ഇദ്ദേഹത്തിന് റോഡ് കൊടുത്തില്ല. ഏകദേശം 1.5 വർഷക്കാലം ഈ മനുഷ്യൻ ഗ്രാമപഞ്ചായത്ത് കയറി ഇറങ്ങി നിരവധി പരാതികൾ കൊടുത്ത് സെക്രട്ടറിക്ക് മുമ്പിൽ ഉപവാസം ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് നേരിട്ട് പോയി സംസാരിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വകയിരുത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കി കൊടുക്കുന്നത്. 2 നേരത്തെ ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ 99 ദിവസത്തെ പണിയുടെ കണക്ക് പറയുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു വർഷം ജീവിക്കാൻ 32,967 രൂപ മതിയാകുമോ? ഈ പണി എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് കിട്ടിയതല്ല, ഒരു വർഷം കൊണ്ടാണ് 99 പണി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 42 വയസ്സുള്ള കുട്ടി സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത കുട്ടിയാണ്. ആ കുട്ടിയുടെ സാമ്പത്തിക ബാധ്യത തീർത്തും അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് ഹൃദ്രോഗം വന്ന് മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ആ കുട്ടിയെ നോക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 11 മാസമായി ആ കുട്ടിയെ മറ്റൊരു കേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ്. ആ കേന്ദ്രത്തിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി തീരുമോ? അദ്ദേഹം ആ കുട്ടിയുടെ രക്ഷിതാവാണ്. സ്വാഭാവികമായും ഈ പെൻഷൻ വാങ്ങി എന്ന് പോലും ആരോപിക്കപ്പെടുമ്പോൾ അർഹതപ്പെട്ട പെൻഷനാണ് ആ കുട്ടിക്ക്. അല്ല, ഈ കുട്ടിയെ 2 മാസം ഈ കുട്ടിയെ ഈ പറയുന്ന അനാഥാലയത്തിലേക്ക് മാറ്റാനുള്ള കാരണം എന്താണ്? ഈ മനുഷ്യന് 2 കാൽ കുത്തി നടക്കാൻ വയ്യ, അത് കിടപ്പ് രോഗിയാണ്, ഭാര്യ കൂടി മരിച്ചു, ഒരു പരാശ്രയമില്ലാതെ ഈ കുട്ടിയെ നോക്കാൻ ഈ പാവം മനുഷ്യന് കഴിയില്ല. ആ സാഹചര്യത്തിലാണ് ഹൃദയം പറയുന്ന വേദനയിൽ അങ്ങോട്ടേക്ക് മാറ്റിയതല്ലേ ജിതീഷ്? അതുപോലും കുറ്റമായി അവതരിപ്പിച്ചാലോ? അതെ, അതുകൊണ്ടാണ് മാറ്റിയത്. അതുപോലും എന്ത് ചെയ്യുന്നു, വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമുണ്ട് എന്നുള്ള ഓരോരോ തെളിവുകൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മുതുകാട് അങ്ങാടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. ആ 4 കിലോമീറ്റർ ദൂരത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകണമെങ്കിൽ 120 രൂപ അദ്ദേഹം കൊടുക്കണം. ആഴ്ചയിൽ ഒരു 2 തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ മുതുകാട് അങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി ഓട്ടോ ചാർജ്? നേരത്തെ പറഞ്ഞ 99 രൂപയുടെ പണിയും അതുമായി കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമോ?
മാസത്തിൽ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ബഡ്ജറ്റ് ഉണ്ടാക്കിയ ആളാണ് ജോസഫ് എന്ന് പറയുന്ന ആള്. ആ ബഡ്ജറ്റ് താളം തെറ്റിയപ്പോ, അത് തകർന്നപ്പോ മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുത്തു 2.5 മാസം മുമ്പ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് FB ലൈവിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ചു എന്ന്. എന്തർത്ഥത്തിലാണ് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ മരണത്തെ പോലും, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോഴും വീണ്ടും വീണ്ടും കൊല്ലാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇടതുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എന്തിനാണ് ഈ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇവിടെ നേരത്തെ ഇടതുപക്ഷ സഹയാത്രികരും BJP-യുടെ പ്രതിനിധിയും ഇവിടെ പറഞ്ഞതിൽ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. പെൻഷന്റെ കാര്യം, 18 മാസം പെൻഷൻ തടഞ്ഞു എന്ന്, അല്ലെങ്കിൽ കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല എന്ന് എത്ര കാലമായിട്ട് കേൾക്കുന്നു. ഇവിടെ M സ്വരാജ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ MLA 26/4/2017 നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രൻ ആ ചോദ്യോത്തരത്തിന്റെ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ നിങ്ങളുടെ ഡോക്ടർ തോമസ് ഐസക് പറയുന്ന മറുപടി ഉണ്ട്. 3 മാസത്തെ പെൻഷനാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊടുക്കാൻ അതിന്റെ കാരണം പറയുന്ന സാമ്പത്തിക പ്രയാസമല്ല. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ എന്താണ് ഡിഫൻസിന്റെ സമയമല്ലാത്ത കാരണം ഞാൻ ഹസ്കർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആ ചോദ്യം ഉത്തരം കിടപ്പുണ്ട്. അത് വിട്ടുകളഞ്ഞാണ്. ശ്രീ ഹസ്കർ, ഇന്ന് രാവിലെ ഒറ്റ കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു മുഴുമിപ്പിച്ചോട്ടെ. പറഞ്ഞു പൂർത്തിയാക്കൂ ജിതീഷ്, പറഞ്ഞു പൂർത്തിയാക്കൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു മുഴുമിപ്പിച്ചോട്ടെ. പറഞ്ഞു പൂർത്തിയാക്കൂ. BJP-യുടെ പ്രതിനിധിയോടാണ് പറയാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പെൻഷന്റെ കാര്യം. BJP ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദേശീയ കുടുംബ സഹായ നിധി എന്ന് പറയുന്ന ഒരു നിധിയുണ്ട്. അത് ഏറ്റവും ഗ്രാമീണരായ ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു. ആ പദ്ധതി പ്രകാരം കുടുംബനാഥൻ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ആദ്യം 50,000 രൂപയായിരുന്നു, പിന്നെ 75,000 രൂപയായി, പിന്നെ 1 ലക്ഷം രൂപയുടെ ധനസഹായം കൊടുത്തിരുന്നു ദേശീയ കുടുംബ സഹായ നിധിയിൽ. 2016 ശേഷം ഒരു കുട്ടിക്ക് പോലും ആ പണം കൊടുത്തിട്ടില്ല. അത് ഏറ്റവും നല്ലൊരു പദ്ധതിയായിരുന്നു. 8 വർഷമായിരിക്കുന്നു ആ പദ്ധതിയിൽ പണം കൊടുക്കാതിരിക്കുന്നു. മാത്രവുമല്ല IAY എന്ന് പറയുന്ന ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു നമുക്ക്. ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് 500 വീട് ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനും കൊടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ആ IAY എന്ന് പറയുന്ന പദ്ധതി, ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നിർത്തലാക്കി. നിങ്ങൾ PMAY എന്ന് പറയുന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി പ്രകാരം കേവലം 100-ൽ താഴെ വീട് മാത്രമാണ് ഒരു വർഷം നമുക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ 2 കൂട്ടരും ഒരുപോലെ തെറ്റുകാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കണം. 2 കൂട്ടരും തെറ്റുകാരാണ്. അതിനെ സമർത്ഥിക്കാനുള്ള കണക്കുകൾ എന്റെ പക്കലുണ്ട് താനും. ഞാൻ എത്താം. ശ്രീ ഹസ്കർ, ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 1 മണി വാർത്ത വായിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജാണ്. അപ്പോൾ എൻ്റെ നമ്പർ ഇപ്പോൾ എന്താണ്, പോരാളി ഷാജിമാരുടെ സഹായം കാരണം, നാട്ടിമൊത്തം ഉള്ളത് കാരണം, ഹസ്കർ എനിക്ക് വന്ന ഒരാളുടെ മെസ്സേജാണ്. സർ, ഞാൻ നവകേരള സദസ്സിൽ കൊടുത്ത ഒരു പരാതിയിൽ സങ്കടകരമായ രീതിയിൽ കിട്ടിയ മറുപടിയാണ് ഇങ്ങനെ ഒരു അപേക്ഷ അയക്കാൻ കാരണം. എൻ്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 3ാമത്തെ പരാതിയാണ് ഞാൻ നവകേരള സദസ്സിൽ കൊടുത്തത്. ഈ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ്. യാതൊരു നടപടിയും ഉണ്ടാകാതെ കൃത്യം 30ാം ദിവസമായപ്പോൾ പരിശോധിച്ച് താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് എനിക്ക് വന്നു. എന്ന് പറഞ്ഞാൽ നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിന് 30ാം നാൾ കേട്ടോ. ആ കേസിൻ്റെ വ്യക്തമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. വളരെ പ്രതീക്ഷയോടെ പേര് ഞാൻ പറയുന്നില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ ഇത്തരത്തിൽ ഒന്നും എടുക്കാതെ കണ്ണിൽ പൊടിയിട്ട് തീർപ്പാക്കിയ പരാതികളുടെ എണ്ണം എത്രയാണ് എന്ന് വരുന്ന ദിവസങ്ങളിൽ കണക്കോടെ പുറത്തു വരട്ടെ. ഹസ്കർ, ഇവിടെ ഈ പറയുന്ന ജോസഫ് എന്ന് പറയുന്ന പാപ്പച്ചൻ എന്ന ജിതീഷ് അടക്കം സ്നേഹത്തോടെ വിളിക്കുന്ന ആളൊരു പോരാളിയാണ്. 2 കാലുകുത്തി നടക്കാൻ വയ്യെങ്കിലും അദ്ദേഹത്തിൻ്റെ പട്ടയത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ രോഷത്തോടുകൂടി പ്രതികരിച്ച് ഇറങ്ങി പരിഹാരം കാണുന്ന ആളാണ്. ആ ആൾ നേരത്തെ ആത്മഹത്യാ കുറിപ്പ് എന്ന മട്ടിൽ കത്ത് പഞ്ചായത്തിൽ കൊടുത്ത് ആത്മഹത്യ ചെയ്തിട്ട് ഇത്ര മോശമായി സംസാരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ നിർത്തുമര്യാദകേട് എന്ന് അവിടുത്തെ CPM തിരുത്തണ്ടേ ശ്രീ ഹസ്കർ? ഹഷ്മി, യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും അവരുമായി അടുത്തിടപഴകുന്നവർക്കാണ് കൂടുതൽ മനസ്സിലാക്കുക. സ്വാഭാവികമായും ജോസഫ് എന്ന് പറയുന്ന പാപ്പച്ചൻ ചേട്ടന്റെ മരണം, ആ മരണത്തിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ്. ആ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവരങ്ങൾ അടുത്തറിയാൻ കഴിയുക നമ്മളെക്കാൾ കൂടുതൽ അവിടുത്തെ ജനപ്രതിനിധികൾക്കും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കുമാണ്. അത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് അറിയുന്ന വിവരങ്ങൾ പറഞ്ഞു എന്നുള്ളത് വലിയൊരു തെറ്റായി നമുക്ക് ചിത്രീകരിക്കാനാവില്ല. അതുകൊണ്ടാവും CPM അക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അദ്ദേഹത്തെ തിരുത്തി പറയുകയോ ചെയ്യാൻ മെനക്കെടാതിരുന്നത് എന്ന് വേണം നമുക്ക് അവിടെ അനുമാനിക്കാൻ.
ഒരുപക്ഷെ ഇനി തുടർന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വലിയ പിശകായിരുന്നു എങ്കിൽ അത് തിരുത്തുന്നതിനുള്ള ആർജവും CPM അവിടെ ഏറ്റെടുക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണെന്ന് അങ്ങേക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൂടിയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന് നേരിട്ടറിവുള്ളതും അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തു വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അത് പരിശോധിക്കാന്നേ. അത് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ പിശകുകൾ തിരുത്തുന്നതിന് ഒരു തരത്തിലും അമാന്തം ഉണ്ടാവില്ല എന്നു തന്നെയാണ് നമ്മുടെ അനുഭവം. അത് അങ്ങനെ തന്നെ കാണണം. ഇപ്പോ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. എന്താണ്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഞാറനീലി വാർഡിൽ ഇന്ന വിലാസത്തിൽ താമസിക്കുന്ന ഇന്ന ആൾ ബോധിപ്പിക്കുന്ന പരാതി. വിഷയം പെൻഷൻ മുടങ്ങിയത് സംബന്ധിച്ച്. സർ, ഞാൻ 80% ശാരീരിക വൈകല്യമുള്ള 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. കഴിഞ്ഞ 45 വർഷമായി പെൻഷൻ വാങ്ങുന്നു. എന്നാൽ പുതുതായി വന്ന മസ്റ്റർ സംവിധാനത്തിൽ അക്ഷയയിൽ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാർഡ് മെമ്പർ വീട്ടിൽ വന്ന് ചെയ്യിക്കാമെന്ന് പറഞ്ഞിരുന്നു. നടന്നില്ല. ജൂൺ മാസം വരെയാണ് എനിക്ക് പെൻഷൻ കിട്ടിയത്. ഡിസംബർ 6-ാം തീയതി ഞാൻ മസ്റ്റർ ചെയ്തു. പക്ഷേ എൻ്റെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസം പെൻഷൻ കിട്ടിയില്ല എന്നാണ് അറിയുന്നത്. സർ, ഭാര്യയുടെ തൊഴിലുറപ്പും എൻ്റെ പെൻഷനുമാണ് ഞങ്ങളുടെ ജീവിതമാർഗം. ഞങ്ങളുടെ ഭക്ഷണം, മരുന്ന് എല്ലാം ഇതിൽ നിന്നാണ് നടക്കുന്നത്. ഇത് മുടങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല. ആയതുകൊണ്ട് എൻ്റെ പെൻഷൻ പുനഃസ്ഥാപിച്ച് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നുവെന്ന് ഇന്ന ആൾ ഫോൺ നമ്പർ ഞാറനീലി ഇലഞ്ചിയം PO പെരിങ്ങമല അടക്കം 11-ാം തീയതി മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ്. മെസ്സേജ് കിട്ടി എന്നുള്ള അറിയിപ്പല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മേൽ സൂചന പ്രകാരം പരിശോധന നടത്തിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ട്രൈസ്കൂട്ടർ ആനുകൂല്യം ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയ ഗുണഭോക്താക്കൾ ലിസ്റ്റിൽ താങ്കളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു പരാതി പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറയുന്നവരുടെ, കരയുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ കേരളത്തിൽ? ശ്രീ ഹസ്കർ, എത്രയാണെന്നറിയുമോ? അശ്മി, 64 ലക്ഷം പേരാണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ പരിധിയിൽ വരുന്നത്. 64,000 പേർ കേരളത്തിൽ അതിദരിദ്രരായിട്ടുണ്ട്. ഈ 64 ലക്ഷം പേരെയും 64,000 പേരെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റുണ്ട്. 900 കോടി രൂപയാണ് പ്രതിമാസം ചെലവാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് 12,000 കോടി രൂപ അനാവശ്യമായി സാമൂഹ്യക്ഷേമ പെൻഷനിലൂടെ നിങ്ങൾ അനാവശ്യ ചെലവുകൾ വരുത്തുന്നു എന്നാണ്. പക്ഷെ ഈ അനാവശ്യ ചെലവല്ല ഇത്. കേരളത്തിന്റെ അതിദരിദ്രരും കേരളത്തെ ചേർത്തു പിടിക്കേണ്ടതായിട്ടുള്ള ഇത്തരം മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ടതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കുന്നതാണെന്നേ. അത് ഇനിയും ചെലവാക്കിക്കൊണ്ടേയിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും കേരളത്തിന്റെ ധനവകുപ്പും കേരളത്തിലെ ഗവൺമെന്റും ആ ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഏർപ്പെടും. മാത്രമല്ല, മസ്റ്ററിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ കാലതാമസം വന്ന സമയങ്ങളിൽ അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. ആ പ്രശ്നം കൂടി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് പോയ കാലത്തെ നഷ്ടപ്പെട്ട മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഇത്തരം പരാതികൾ ഞാനും പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പരാതികൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതിലൊരു സംശയമില്ല, നഷ്ടപ്പെട്ട പെൻഷൻ ലഭിക്കും. എനിക്കിനിയും മെസ്സേജ് അയക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. എനിക്കിനിയും വാട്സപ്പിലേക്ക് സമാനമായ മെസ്സേജ് മനുഷ്യരുണ്ട്. അപ്പോൾ പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ നമ്പറിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ നമ്പർ അത്തരത്തിൽ സുലഭമാക്കിയ പോരാളി ഷാജിക്ക് നന്ദി. ശ്രീ PR ശിവശങ്കർ, ഇതിനു മുൻപ് സംസ്ഥാന സർക്കാർ പെൻഷൻ കമ്പനി രൂപീകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കമ്പനി സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ ഈടിൽ പണമെടുത്ത് സർക്കാരിന് പണമുള്ളപ്പോൾ തിരിച്ചടയ്ക്കാം. പക്ഷേ അപ്പോഴും ഈ പെൻഷൻ ഒരു ഘട്ടത്തിലും മുടങ്ങത്തില്ല. അതിനടക്കം കേന്ദ്രം അള്ളുവെച്ചു. ശ്രീ PR ശിവശങ്കർ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു കുറ്റവും ഇല്ലെന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ലക്ഷ്മി, 2 കാര്യം ഞാൻ പെൻഷൻ പദ്ധതിയിലേക്ക് കിടക്കാട്ടോ. ഇപ്പോൾ ഈ 3.5 കോടി ജനങ്ങളിൽ 50 ലക്ഷം പേര് പുറത്തും അതിൽ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു പല കാര്യങ്ങളും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത്, നേരത്തെ അതിദൂർത്ത് നടത്തുന്നതെല്ലാം തെറ്റാണെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ വീണ്ടും പറയുന്നത് ഏതാണ്ട് 10 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾ അതിദരിദ്രരുമാണെന്ന്. അപ്പോൾ ഈ കണക്കുകൾ യോജിക്കുന്നുവെങ്കിൽ ഇവർ പറയുന്ന മറ്റു പല കാര്യങ്ങളും യോജിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 1. 2, പെൻഷൻ കമ്പനി നിർത്തലാക്കി എന്നുള്ളത് പറയുന്നു. ഈ പെൻഷൻ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ, ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമികമായ കർത്തവ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവിടുത്തെ വാർദ്ധക്യകാല പെൻഷൻ നൽകുക എന്നുള്ളതാണ്.
ആ പെൻഷൻ നൽകുവാനായിട്ട് ഒരു കമ്പനി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറിക്കൊണ്ട് അതിന് മറ്റൊരു കടബാധ്യതയുള്ള ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഭരണഘടനാപരമായി തെറ്റാണ്, ധാർമ്മികമായി തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പേരിൽ കടം വാങ്ങിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും പോലും മാറുന്നു എന്ന് പറഞ്ഞാൽ ആ കമ്പനി സൃഷ്ടിക്കുക എന്നുള്ള നയത്തെ തന്നെ എതിർക്കണം. അതിനെ മറ്റൊരു കാരണം വേണ്ട അതിനെ എതിർക്കാൻ. ഒന്ന്. രണ്ട്, ഇത്തരം കമ്പനികളുടെ പേരിലാണ് നാളെ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന് കമ്പനിയെ കുറ്റം പറയുവാനും കമ്പനി നടത്തത്തിന് ഒരു ഭരണകൂടത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കുവാനും കൂടുതൽ കടബാധ്യത അല്ലെങ്കിൽ ചിലവ് വരുത്തുവാനുള്ള സാധ്യതയാവും. 4, ഇത്തരത്തിൽ ആ കമ്പനികൾ കടം വാങ്ങിച്ചുവാലും തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇവർ സെസ് വാങ്ങിക്കുന്നത്? ഇവർ എന്തിനാണ് ഈ പേര് പറഞ്ഞ് പെട്രോളിനും മറ്റുള്ള സെസ് വാങ്ങിക്കുന്നത്? അപ്പോൾ ഇത് ഭരണകരമായ ഒരു നിരുത്തരവാദിത്വത്തിന്റെ ഏറ്റവും പൂർണ്ണമായ ലക്ഷണമായിട്ട് ഈ കമ്പനി സൃഷ്ടിയെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഭരണകൂടത്തിന് അത് നയമാണോ നയം തെറ്റാണോ എന്നതിനൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു പെൻഷൻ അതിന് ലക്ഷ്യം എന്തായിരുന്നു? സർക്കാർ സാമ്പത്തികമായി വീക്കാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പെൻഷൻകാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏറ്റവും ദുർബല ജനതയാണ്, അവർക്ക് ആ പെൻഷൻ മുടങ്ങരുത് എന്നതായിരുന്നു ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം അടക്കം പെൻഷൻ കമ്പനിക്ക് ആവശ്യമായ പണം ലഭ്യമാക്കുകയും ചെയ്തതാണ് ശ്രീ പി ആർ ശിവശങ്കർ. എന്ന് പറഞ്ഞാൽ സർക്കാർ മുടന്തിയാലും ഈ നിരാശർ മുടന്തരുത് എന്ന ലക്ഷ്യമായിരുന്നില്ലേ അതിനെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അതിന്റെ കൂമ്പടച്ചപ്പോൾ എന്ത് നേടി? എന്നാൽ നിങ്ങൾ കൊടുക്കേണ്ട തുക കൊടുക്കുന്നു, അതുമില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രം. അശ്മി, ഒരു സാമാന്യ ബുദ്ധിയോടെ ആലോചിച്ച് നോക്കൂ. ഇത്തരം ഒരു പദ്ധതി പെൻഷൻ മുടങ്ങാതെ നടക്കണമെങ്കിൽ ഈ പെട്രോളിയം സെൽസിൽ നിന്നും മറ്റുള്ള വാങ്ങിക്കുന്ന പണം ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടാൽ പോരെ? എന്തിനാണ് അത് പൊതുകടത്തിലേക്ക് കൊണ്ടുവരുന്നതും പൊതു സമിതിയിലേക്ക് കൊണ്ടുവരുന്നതും? അപ്പോൾ ഇത്തരം പണങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പണം അടക്കം ആദ്യം മുന്നോട്ട് വെച്ചിട്ട് അതൊരു പെൻഷൻ ഫണ്ട്, അതിനൊരു പ്രത്യേക സ്കീം, ഒരു കമ്പനി ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതൊരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ എന്തായാലും ഇവർ ട്രാൻസാക്ട് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന് ഒരു ട്രാൻസ്ഫർ ചാർജ് 30 രൂപ 40 രൂപ ചാർജ് ചെയ്തുകൊണ്ട് അത് സഹകരണ ബാങ്കിലെ CPM-ന്റെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു നയപദ്ധതി കൂടെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ വർഷം 90 കോടി രൂപ സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന മറ്റൊരു സ്കീം കൂടെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കണമെങ്കിൽ കർഷകർക്ക് നൽകുന്നത് പോലെ സ്ട്രേറ്റ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു ദ എംപ്ലോയി അല്ലെങ്കിൽ ഈ വ്യക്തി കൊടുക്കാവല്ലോ. അപ്പൊ അത് ചെയ്യാണ്ട് ഈ കമ്പനി ഉണ്ടാക്കുന്നത് തെറ്റായ മാർഗമാണ്. അത് ഒരു ഭരണഘടനാ വിരുദ്ധമായ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ല, അത് തെറ്റായ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാരിന് പണം കിട്ടുന്ന മുറയ്ക്ക് പെൻഷൻ കമ്പനിക്ക് പണം നൽകിയതാണ്. കമ്പനി പലിശ സഹിതം താൽക്കാലിക കടം വാങ്ങിയാലും തിരിച്ചു നൽകുന്ന രീതിയിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെൻഷൻ കമ്പനി. പി ആർ ശിവശങ്കർ, അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാങ്കേതികതയും ധാർമ്മികതയൊക്കെ പറഞ്ഞ മുടക്കി. അല്ല, അത് തെറ്റായ നടപടി. ഇതൊന്നും പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, വെള്ളമില്ല, പഞ്ഞിയില്ല, ഇതിനാരാ ഉത്തരവാദി? നമുക്കറിയാമല്ലോ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളമില്ലാതെ ഇരിക്കുന്നു, എറണാകുളത്ത് പഞ്ഞിയില്ലാതെ ഓപ്പറേഷൻ മുടങ്ങിയിരിക്കുന്നു, കറണ്ട് ഇല്ലാതെ ഇരിക്കുന്നു. ഇതെല്ലാം ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ദുരുപയോഗം ചെയ്തതുകൊണ്ട് ഇവിടുത്തെ MLA-മാർക്ക് ഒരു ദിവസം പെൻഷൻ മുടങ്ങിയിട്ടില്ലല്ലോ, ഒരു ദിവസം ശമ്പളം മുടങ്ങിയിട്ടില്ലല്ലോ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ പെൻഷൻ പദ്ധതി ഇത്തരത്തിലുള്ള പാവപ്പെട്ടവർക്ക്, ഇത്തരത്തിലുള്ള ആദിവാസികൾക്ക്, ഇത്തരത്തിലുള്ള രോഗികൾക്ക്, ഇത്തരത്തിലുള്ള ദിവ്യാംഗർക്ക് ഇവർക്ക് പെൻഷനും ഇവർക്കുള്ള പണവും മാത്രമേ മുടങ്ങുന്നുള്ളൂ. ഇവരുടെ മന്ത്രിമാരുടെ കാര്യം മുടങ്ങുന്നില്ല, MLA-മാരുടെ കാര്യം മുടങ്ങുന്നില്ല, അവർക്കുള്ള പെൻഷൻ മുടങ്ങുന്നില്ല. അവർക്ക് 2 വർഷം മാത്രം അവർക്ക് വേണ്ടി ജോലി ചെയ്ത PA-മാരുടെയും മറ്റുള്ള സഹജോലിക്കാരുടെയും പെൻഷനോ അവരുടെ ശമ്പളമോ മുടങ്ങുന്നുണ്ടോ? അപ്പൊ സംസ്ഥാന സർക്കാരിന് എവിടെയാണ് ഒരു കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി? ഈ പ്രയോറിറ്റി ഉള്ളത് ഇവിടുത്തെ MLA-മാരെ കൂട്ടുവാനും ഇവിടുത്തെ IAS-കാരെയും IPS-കാരെയും കൂട്ടുവാനാണ്. ഈ പാവപ്പെട്ടവർക്ക് ശമ്പളം നൽകുവാൻ, പെൻഷൻ നൽകുവാൻ, ഈ പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകുവാൻ, ഈ പാവപ്പെട്ടവർക്ക് വേണ്ട ഒരു ആഹാരം നൽകുവാൻ ഇവർക്ക് പ്രയോറിറ്റി ഇല്ല. അതിന് പ്രത്യേകം കമ്പനി വേണം. ആ കമ്പനിക്ക് കടമെടുക്കുക കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നിർത്തുവാനായിട്ടുള്ള മറ്റൊരു സ്കീം കൊണ്ടുവരും. ഈ പണം പിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 13,000 കോടി പിരിച്ചെടുക്കാൻ ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തത്? ഷെയറുള്ള കമ്പനികളിൽ നിന്ന് ശരിയാണ്. സംസ്ഥാനത്തിന്റെ കുറ്റം അതിലുണ്ട്. പക്ഷെ അവിടെ കേന്ദ്രത്തിന്റെ റോൾ കേന്ദ്രം എടുക്കുന്നു എന്ന ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. KP നൗഷാദ് അലി, ഇവിടെ എനിക്കറിയാവുന്ന തൊഴിലുറപ്പിന് പോകുന്ന ചേട്ടനുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ, പാവ മനുഷ്യനാണ്. ആ ചേട്ടന്
എന്താണ് ഇതിന് പോയി മാസം കിട്ടുന്ന പണമുണ്ട്, എൻ്റെ ജോലി ചെയ്ത പൈസ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് വലിവ് രോഗമുള്ള ആളാണ്, ഇൻഹേലറിന് അടിക്കുന്ന ആ മരുന്നുണ്ടല്ലോ, അത് കുറച്ച് നാളത്തേക്ക് ബൾക്കായിട്ട് വാങ്ങാൻ ആ പണം ഉപയോഗിക്കുന്നു. ആ പൈസയ്ക്ക് കൊച്ചുമക്കൾക്ക് 2 പഴംപൊരി വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം മനുഷ്യർ അവിടെയുണ്ട്. ഈ അടുത്ത കാലത്ത് വരെ അതിൻ്റെ പോലും കൂലി മുടങ്ങുന്ന പശ്ചാത്തലമുണ്ട്. അത് വന്നോ എന്നാലും എനിക്കറിയില്ല. ആശാ വർക്കർമാർ, ഉച്ചക്കഞ്ഞി വെക്കുന്നവർ, അങ്ങനെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കരുതലോടെ എത്ര മനുഷ്യരെ ചേർത്ത് പിടിക്കണോ ആ മനുഷ്യരുടെ അടക്കയും ഇത്രയും ദുരിതത്തിലായിരിക്കെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിനിയും ഉറപ്പാക്കാൻ, ഇനിയും ഒരു ആത്മഹത്യ ഉണ്ടാവാതിരിക്കാൻ ഒരു പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്. അത് പ്രതിപക്ഷം ചെയ്യുന്നുണ്ടോ KP നൗഷാദ് അലി? അഷ്മി, ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളൊക്കെ ഒരു നിർദ്ദേശമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വിലയിരുത്തിക്കൊണ്ട് അതിലൊരു അഭിപ്രായം പറയാം. കാരണം ഇവിടെ ഏത് സമയത്തും ഇവിടെ തെരുവിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും. അവരുടെയൊക്കെ തലയോട്ടിക്ക് അടി കിട്ടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് വന്ന് ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകളുടെ എണ്ണം 1/2 ഡസൻ്റെ അടുത്താണ്. ഇത്തരത്തിൽ ഇവിടുത്തെ യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ തെരുവിൽ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ സമരങ്ങൾ നടന്നു. നാളെ മുതൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുകയാണ്. പിന്നെ CPMൻ്റെ ശൈലിയിലൊക്കെ പൊതുമുദ്ര നശിപ്പിച്ചു പാവപ്പെട്ട ചെറുപ്പക്കാരെയൊക്കെ രക്തസാക്ഷികളാക്കിയും അക്രമം മാത്രം മുഖമുദ്രയാക്കിയൊന്നും സമരം നടത്തുന്നൊരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കഴിയാവും വിധം ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏകോപിപ്പിക്കാനും പ്രതിനിധീകരിക്കാനും ഒക്കെ ശ്രമിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിനി അത് ഒന്നുകൂടി ഗുണപരമായിട്ട് വല്ല മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു കെട്ടകാലത്ത് ജീവിക്കേണ്ടി വരുന്ന വലിയൊരു ഗതികേടിലാണ് കേരളത്തിലെ മനുഷ്യർ. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം GDP തൊട്ട് ദാരിദ്ര്യ ലഘൂകരണം വരെ വ്യാജ ഫോർമുലകളും കള്ളക്കണക്കുകളും ഉണ്ടാക്കിയിട്ട് കൂട്ടിപ്പെരുപ്പിച്ച് പറഞ്ഞ് ആളുകളെ പരസ്യമായിട്ട് പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ തൊഴിലുറപ്പ് പദ്ധതി, ഇത് UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണെന്നും അതിൻ്റെ മുന്നിൽ MG എന്ന 2 അക്ഷരമുണ്ട് എന്നുള്ളത് കൊണ്ടും അതിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അതിനെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ BJP സർക്കാർ. അവർക്ക് ഈ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയാണ്. ആ പദ്ധതിയുടെ പേര് മാറ്റിയിട്ടെങ്കിലും അതിനെ ഒന്ന് നേരാം വണ്ണം ഫണ്ടുകൾ അലോട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഇത്രമാത്രം പട്ടിണി മരണങ്ങൾ ഉണ്ടാവില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ദാരിദ്ര്യരേഖ കീഴിലേക്ക് കൂട്ടത്തോടെ വന്ന് പതിക്കുകയില്ലായിരുന്നു. ഇവിടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ഇങ്ങനെ കുത്തനെ വർദ്ധിക്കുകയില്ലായിരുന്നു. എല്ലാ പദ്ധതികളുടെയും പേര് മാറ്റിയിട്ടാണല്ലോ നേരത്തെ പറഞ്ഞു IAY PMAY എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പേര് മാറ്റി സ്വന്തമാക്കുന്ന കൂട്ടത്തിൽ ഇതെങ്കിലും ചെയ്തിട്ട് ആ ഒരു നിങ്ങളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തിയിട്ടെങ്കിലും ഇതിനെ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ അന്നം ഇടവേളയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉത്തരം പറഞ്ഞോട്ടെ ലക്ഷ്മി. കേരളത്തെ സംബന്ധിച്ച് കഴിവുകെട്ട ഒരു സർക്കാർ. എനിക്ക് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എന്താണ്, ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെ ഉദ്യോഗസ്ഥ സംഘടനയുടെ സമരമായിരുന്നു. എന്തിനാണ്? ക്ഷാമബത്ത് കിട്ടുന്നില്ല എന്ന്. ശമ്പളം കിട്ടിയിട്ടാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാതെ 1600 രൂപ മനുഷ്യൻ മരിക്കുന്നു. അപ്പോഴാണ് ക്ഷാമബത്ത. ശ്രീ PR എന്തായിരുന്നു? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, MGNRI പദ്ധതികളുടെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൂടുതലാക്കിയേക്കാണ്. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച തുക കൂടിയിരിക്കുകയാണ്. ഞാൻ കണക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം, എൻ്റെ അടുത്ത് കണക്കുണ്ട്. 2, കേരളത്തിലേക്ക് കൊടുക്കാത്തത് ഒരൊറ്റ ജില്ലയിൽ മാത്രം. ഈ കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് നടക്കമുള്ള 2 ജില്ലയിലടക്കം മഴക്കുഴി എടുത്തതിൽ മാത്രം ഏതാണ്ട് 100 ചില്ലാൻ കോടി രൂപയുടെ അഴിമതി ഉണ്ടായിരിക്കുന്നു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ആ ജോർജ് എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റേറ്റ് ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ MGNRI പദ്ധതിയിൽ നടന്നതുകൊണ്ടാണ് ഈ ഫണ്ട് നിയന്ത്രിച്ചതെന്നും അത് സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാക്കളടക്കം ചർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ അഴിമതി കൊണ്ട് തടഞ്ഞു വെച്ച പണത്തെ ഇന്ത്യയിലുടനീളമാണ് സ്നേഹിത, അല്ലാതെ കേരളം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ശരി നമ്മുടെ സമയം കഴിഞ്ഞ 5 ബജറ്റിലെ കണക്കുകൾ പറയുന്ന നമ്മുടെ സമയം നമ്മുടെ സമയം കഴിഞ്ഞു. അങ്ങനെ ഒഴിവായി പോകാനും കഴിയില്ല. കാര്യം സംസ്ഥാനങ്ങളുടെ വിഹിതം
സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കണം, 42% 33% ആക്കണമെന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഫിനാൻസ് കമ്മീഷനിൽ പോയി പറഞ്ഞു എന്ന് നീതി ആയോഗിന്റെ അധ്യക്ഷൻ പറഞ്ഞ ദിവസങ്ങളായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും മഴക്കുഴി മാത്രം പറഞ്ഞുകൊണ്ട് ആ നയം വിശദീകരിക്കാൻ എന്തായാലും കഴിയില്ല. നമുക്ക് എന്തായാലും വീണ്ടും വിഷയത്തിലിരിക്കേണ്ടി വരും. ഇതിലെ പ്രശ്നം എന്താണ്? ഇതിലെ പ്രശ്നം സംസ്ഥാനത്ത് ആയിരക്കണക്കിന് മനുഷ്യർ, പരമസാധു മനുഷ്യർ മാസം 1600 രൂപ മാത്രം പ്രതീക്ഷിച്ച് മാസം 1600 രൂപ പ്രതീക്ഷിച്ച് അരിമടിക്കാൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ ഇരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് മാത്രം അത് മുടങ്ങുന്നതിലൂടെ ആത്മഹത്യയുടെ വക്കിലാണെന്ന് വേദനിക്കുന്ന 100 മനുഷ്യർ കേരളത്തിലുണ്ട്. ഇനിയും ഒരു ആത്മഹത്യ ഉണ്ടാവാതിരിക്കട്ടെ കേരളത്തിൽ ഈ വിഷയത്തിൽ. എൻകൗണ്ടർ പൂർണ്ണമാകും.